ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ഡ്രൈവ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു താരത്തെയാണ്. വേറെ ഏതുമല്ല, 70-90 കാലഘട്ടങ്ങളിൽ സ്കൂട്ടറിൽ രാജാവായ ബജാജിൻ്റെ ചേതക് എന്ന സ്കൂട്ടറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. പഴയ എല്ലാവർക്കും ഒരു കോമണായ വണ്ടി തന്നെയാണ്. പക്ഷേ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ ചേതക്കിൻ്റെ 1994 മോഡലാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്ട്രൈറ്റ് അവേ റിവ്യൂലേക്ക് തന്നെ പോവാം. ബജാജ് ചേതക് ആദ്യം ലോഞ്ച് ചെയ്തിട്ടുള്ളത് 1972 1972 മുതൽ 2009 വരെയാണ് ഈ മോഡൽ കണ്ടിന്യൂ ചെയ്തത്. അതിനുശേഷം പല ബ്രാൻഡ്സും വന്നതിന് ശേഷം അവർ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ബജാജിൻ്റെ ഒരു ഫേമസ് ടാഗ് ലൈൻ ഹമാര ബജാജ്, അത് ചേതക് അസോസിയേറ്റ് ഇറക്കിയതാണ്. സോ നമുക്ക് എന്തായാലും ഫ്രണ്ട് പോർഷൻ നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയ രീതിയിലുള്ള നല്ല ക്യൂട്ടായ രീതിയിലുള്ള ഒരു ഹാലോജൻ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫ്രെയിമിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മിറേഴ്സ് ആഫ്റ്റർ മാർക്കറ്റ് മിറേഴ്സ് വേറെ വെച്ചതാണ്. പിന്നെ സെൻട്രൽ നോക്കുമ്പോൾ ബജാജിൻ്റെ ലോഗോ ഉണ്ട്. അടിയിൽ ബജാജിൻ്റെ നെയിമിങ് ഇറക്കിയിട്ടുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ കാണാം ചേതക് എന്ന നെയിമിങ്ങും അതിൻ്റെ താഴത്ത് 12V ഇലക്ട്രോണിക് എന്നൊരു ബാഡ്ജിങ് കാണാം. വേറൊന്നുമല്ല, പഴയ കാലത്ത് കുറേ ബൈക്സ്, അതായത് പഴയ ബൈക്സൊക്കെ കുറേ അതിൻ്റെ പോയിൻറ്റ് സ്റ്റാർട്ടിങ് മെത്തേഡാണ് ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ടൈമിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഈ വണ്ടി വന്നിട്ടുള്ളത് ഒരു ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ കുറച്ച് സെൻട്രൽ പോർഷൻ ഇവിടെ കൂടെ ലൈൻസ് കണ്ടില്ല, ഇതിനുള്ളതാണ് ഹോൺ വന്നിട്ടുള്ളത്. പിന്നെ 2 സൈഡ്സിലും ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൽ എടുത്ത് പറഞ്ഞ കാര്യം, ഹാലജൻ ബൾബ്സ് അല്ല വന്നിട്ടുള്ളത്. ഒരു ഫിലമെൻറ്റ് ടൈപ്പ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഫിലമെൻറ്റ് ടൈപ്പ് രീതിയിലുള്ള ബൾബ്, ഒരു മീൻസ് അതാണ് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു പ്രൊട്ടക്ഷൻ ഗാർഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ 150 mm ബ്രേക്കാണ് വന്നിട്ടുള്ളത്. 1230 mm വീൽ ബേസ് വന്നിട്ടുണ്ട്. പിന്നെ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു കോയിൽ ടൈപ്പ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ വീൽ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 10 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സൈഡ് പോർഷൻ നോക്കുമ്പോൾ തന്നെ ആദ്യം ഇഗ്നീഷൻ വരുന്നത് ഹാൻഡിൽ താഴത്താണ് ഇഗ്നീഷനും അതിൻ്റെ ലോക്കിംഗ് വരുന്നത്. തൊട്ട് താഴെ വലിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് പഴയ സ്കൂട്ടറിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പഴയ ആക്റ്റീവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ആ സെയിം കീ വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി കംപ്ലീറ്റ്ലി ഒരു എന്താ പറയുക മെറ്റലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഫൈബർ പാർട്സ് വരുന്നേ ഇല്ല. ഇപ്പോൾ ഒട്ടുമിക്ക സ്കൂട്ടേഴ്സൊക്കെ ഫൈബേഴ്സ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സീറ്റിൻ്റെ ലോവറിൽ തന്നെ നമുക്ക് ഫ്യൂവൽ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും അതിൻ്റെ റിസർവിങ്ങിൻ്റെയും വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗത്ത് തന്നെ ചോക്കും വന്നിട്ടുണ്ട്. പിന്നെ വലിയ രീതിയിലുള്ള നമുക്കൊരു ലെഗ് സ്പേസും കൂടി പറയാൻ പറ്റും. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ റിയർ ബ്രേക്ക് ലീവർ വന്നിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ കാണുന്ന നോബ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നമുക്ക് ഈ സൈഡ് കവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നോബ് ഒന്ന് വലിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലോക്ക് ഇവിടുന്ന് വിടും. ഒരു ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാർബറേറ്ററും എൻജിനും ഒക്കെ കാണാൻ പറ്റുന്നതാണ്. എൻജിൻ സ്പെക്കൊക്കെ നോക്കുമ്പോൾ തന്നെ 145.45 cc വന്നിട്ടുള്ളത് പെട്രോൾ എൻജിൻ. പിന്നെ മാക്സിമം പവർ വന്നിട്ടുള്ളത് 7.5 bhp at 5500 RPM. കൂടാതെ ടോർക്ക് വന്നിട്ടുള്ളത് 10.8 Nm at 3500 RPM ആണ്. പിന്നെ ഒരു 4 സ്പീഡ് ഗിയർ ബോക്സാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗിയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യമില്ല, ഹാൻഡിൽ ഭാഗത്തിനാണ് ഗിയർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വെഹിക്കിളിലെ വെയിറ്റ് വന്നിട്ടുള്ളത് 103 കിലോഗ്രാമും. പിന്നെ റിയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ സസ്പെൻഷൻ വന്നിട്ടുള്ളത് വേരിയബിൾ റേറ്റ് കോയിൽ, നേരത്തെ പറഞ്ഞ കോയിൽ ടൈപ്പ് സസ്പെൻഷൻ റിയർ വന്നിട്ടുള്ളത്. റിയർ ബ്രേക്ക് വന്നിട്ടുള്ളത് ഡ്രം ബ്രേക്കാണ്. 150 mm ആണ് ഡ്രം ബ്രേക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡാണ് കിക്കർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡബിൾ സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. പിന്നെ സൈലൻസറൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവിടുന്ന് പോയിട്ട് നമ്മുടെ മറ്റേ സൈഡിലേക്കാണ് അതിൻ്റെ എക്സോസ്റ്റ് സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്.
നമുക്ക് റിയറൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആദ്യത്തെ എടുത്ത് പറഞ്ഞ കാര്യം വെഹിക്കിളിലെ സ്റ്റെപ്പിന് തന്നെയാണ്. നോർമലി നമുക്ക് സ്കൂട്ടേഴ്സ് കാണാത്ത കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളത് കൈനറ്റിക് ഹോണ്ടയിലും അങ്ങനെ സ്കൂട്ടേഴ്സിലും ആക്റ്റീവൊക്കെ ചില വണ്ടിയിൽ കണ്ടിട്ടുണ്ട്. അത് ഗ്രാബ് ഹോൾഡർ വിത്ത് ഒരു സ്റ്റെപ്പിനാണ് വന്നിട്ടുള്ളത്. പിന്നെ ലോവറിൽ നോക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ടെയിൽ ലാമ്പാണ്. ഇത് ഹാലജനാണ് കംപ്ലീറ്റ്ലി വന്നിട്ടുള്ളത്. നേരെ ഫ്രണ്ടിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ അല്ല, ഇത് ഹാലജൻ ബൾബ്സാണ്. ഏറ്റവും ലോവറിൽ നമ്പർ പ്ലേറ്റും വന്നിട്ടുണ്ട്. പിന്നെ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല ലെങ്ത്ത് കൂടിയ സീറ്റ്, എന്നാൽ അത്യാവശ്യം ലെങ്ത്ത് ഒരു സീറ്റാണ്. പിന്നെ പില്ലിയൻ റൈഡർക്ക് കുറച്ച് ഡിസ്കംഫർട്ട് തോന്നും, കാരണം ഈ എഞ്ചിന് സൈഡ് കവറിങ് കുറച്ചുകൂടി ബൾക്കി ആയതുകൊണ്ട് കുറച്ച് ഡിസ്കംഫർട്ട് തോന്നും. പിന്നെ ഫ്യൂൽ ടാങ്കൊക്കെ വന്നിട്ടുള്ളത് സീറ്റ്സിൻ്റെ ലോവർ തന്നെയാണ്. അത് ഈ നേരെ സീറ്റ് തൊട്ടുള്ളിൽ തന്നെ ലോക്ക് ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്യൂൽ ടാങ്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ വേറെ സ്റ്റോറേജ് സ്പേസും വന്നിട്ടില്ല, ഫ്യൂൽ ടാങ്ക് മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ സൈഡിലൊരു സ്റ്റീൽ ടൈപ്പ് ഒരു ഫുഡ് റെസ്റ്റും വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നേരെ ഈ ഫ്രണ്ട് പോർഷനിൽ സ്റ്റോറേജ് സ്പേസ് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റോറേജ് സ്പേസ് വിചാരിക്കും, പക്ഷേ അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു 4 ലിറ്റർ പെട്രോളെങ്കിൽ നമുക്കിവിടെ കീപ്പ് ചെയ്യാൻ പറ്റും. അത്രയും മീൻസ് ഈ സൈഡ് പോർഷൻ കണ്ടില്ല, ഇത് കംപ്ലീറ്റ്ലി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ സീറ്റിൻ്റെ അടിയിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ല, പക്ഷേ നമുക്ക് അതിനടിയിൽ ഇല്ല കൂടിയും നമുക്ക് ഈ സൈഡിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ഹാൻഡിൽ ബാറൊക്കെ നോക്കുമ്പോൾ തന്നെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ മീറ്റർ ആഫ്റ്റർ മാർക്കറ്റ് മീറ്ററാണ് വെച്ചിട്ടുള്ളത്, ഓട്ടോൻ്റെ മീറ്ററാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഗിയർ നമ്മുടെ കയ്യിലാണ് വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഗിയർ നേരെ അപ്പാണ്, പിന്നെ മിഡിലാണ് ന്യൂട്രൽ വന്നിട്ടുള്ളത്, പിന്നെ സെക്കൻഡ് തേർഡ് ഫോർ നേരെ ലോവറിലേക്ക് ഇടുന്നത്. പിന്നെ ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഡിമ്മും ബ്രൈറ്റും ഹെഡ്ലൈറ്റിന് വന്നിട്ടുണ്ട്, ഹോൺ വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ 0, 1, 2 വരെ 3 അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. 0 മീൻസ് ഹെഡ്ലൈറ്റ് ഓഫാണ്, 1 ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മീറ്ററത്തെ ലൈറ്റും ടെയിൽ ലൈറ്റും പാർക്ക് ലൈറ്റ് പോലെ കത്തും. 2 ലിറ്റ് കിട്ടാൻ മാത്രമാണ് ഹെഡ്ലൈറ്റ് വർക്കാവുന്നുള്ളൂ. പിന്നെ ഹോൺ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ നോബ് കാണാൻ പറ്റും, ഈ നോബ് അമർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവുന്നതാണ്. പിന്നെ നമുക്ക് കംഫർട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ലെഗ് ഈസി ആയിട്ട് നമ്മൾ ടച്ച് ചെയ്യാൻ പറ്റും, അതിലൊട്ടും ഡിസ്കംഫർട്ട് ഇല്ല. പിന്നെ നമുക്ക് സ്റ്റാൻഡ് മീൻസ് റൈഡിങ് പൊസിഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒട്ടും ലീനിയൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓൾമോസ്റ്റ് ഒരു 83 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് വരുന്നത്. പിന്നെ ഓൺ റിവ്യൂ അനുസരിച്ച് ഓൾമോസ്റ്റ് 40+ ആണ് മൈലേജ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് അത്യാവശ്യം രീതിയിലുള്ള ലോഡൊക്കെ വണ്ടി ഈസി ആയിട്ട് വലിക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ബൈക്ക് നമ്മൾ ഈ സ്കൂട്ടർ ഓടിക്കാൻ കുറച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് ആദ്യം ഓടിക്കുമ്പോൾ കുറച്ച് റിസ്ക് ആട്ടോ. കാരണം ഒന്നാമത്തെ വണ്ടി നല്ല ഗിയർ ഉള്ളതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ചും കൂടിയും ഒരു സ്മൂത്ത്നെസ് നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. കാരണം ആദ്യം ഒന്ന് ഓടിച്ചില്ലെങ്കിൽ ഉറപ്പാണ് ചിലപ്പോൾ നിലത്ത് വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ബ്രേക്കും കാര്യങ്ങളും പുള്ളിങ്ങും ഒക്കെ നല്ല സ്ട്രോങ് ആണ് കേട്ടോ. ശരിക്കും നമുക്ക് നല്ലൊരു എൻജോയ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇത്, ഒന്ന് ഓടിച്ച് ശീലമായിട്ടുണ്ടെങ്കിൽ. പിന്നെ വളരെ സ്പീഡ് പോകാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 80 കിലോമീറ്റർ ടോപ്പ് സ്പീഡ് പറയുന്നത്. എന്നാൽ കൂടി നമുക്ക് ശരിക്കും ഒരു 150 cc വണ്ടിയാണ്. എന്തായാലും നമുക്ക് സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എല്ലാവർക്കും നമ്മുടെ ഈ ചേതക ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. എന്തായാലും പഴയ കാലത്തെ വണ്ടി പുലിയാതെ മനസ്സിലായി. കാരണം നമ്മൾ മീൻസ് ഈ സമയത്തുള്ള വണ്ടികൾക്ക് ഇത്രയും കൂടുതൽ ലോഡ് വലിക്കാൻ പറ്റുന്നത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസും പിന്നെ കൂടാതെ നല്ല ലോഡ് വലിക്കാൻ പറ്റുന്നൊരു വണ്ടി തന്നെയാണ്. പിന്നെ എന്തായാലും ഇത് യൂസ് ചെയ്തവർക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ ഞാൻ പറയാനെക്കാളും കൂടുതൽ അവർക്ക് അറിയാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വേഗമായി കണ്ടുമുട്ടാം. ടിൽ ദെൻ സൈനിങ് ഓഫ്. ബൈ.